നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ മെത്തേഡൊക്കെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. 5-6 ചോദ്യങ്ങൾ വരെ നമ്മൾ ചെയ്തു അല്ലേ. അടുത്ത ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം ഞാൻ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കുക. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1/2 + 1/4 + 1/8 + etc. 1/2 raised to n is equal to 1 minus 1/2 raised to n. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ. എഴുതി. അപ്പോൾ എങ്ങനെ തുടങ്ങുന്നത്? അതെ അതെ തുടങ്ങിയത്. ലെറ്റ് പി ഓഫ് എൻ ബി ദ statement 1/2 + 1/4 + etc. 1/2 raised to n is equal to 1 minus 1/2 raised to n. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? P of 1 is true എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. P of 1 ട്രൂ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് P of 1 എഴുതണം. P of 1 എഴുതുക പറഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് സൈഡും എഴുതണം, റൈറ്റ് സൈഡും എഴുതണം അല്ലേ. ലെഫ്റ്റ് സൈഡ് എന്ത് വരും? 1/2 മാത്രം, അതായത് ആദ്യത്തെ ടൈം മാത്രം വരും അല്ലേ. ശരി, റൈറ്റ് സൈഡിലോ? 1 minus 1/2 raised to 1. ഇപ്പോൾ തുടങ്ങിക്കോ. ആദ്യം ഇത് എഴുതി. ലെറ്റ് പി എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇത് എഴുതുക. ലെറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ് 1/2 + 1/4 + 1/8 + etc. 1/2 raised to n is equal to 1 minus 1/2 raised to n. എഴുതില്ലേ? അപ്പോൾ ഇനി പി ഓഫ് 1 എഴുതാം. പി ഓഫ് 1 ലെഫ്റ്റ് സൈഡിൽ 1/2 എഴുതി, റൈറ്റ് സൈഡിൽ 1 minus 1/2 raised to 1. ഈ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പോൾ 1 minus 1/2 എന്നാണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ LCM 2 വരും. മേളിൽ 1 × 2 2 minus 1/2. 1/2 is equal to 2 minus 1/2. ലെഫ്റ്റ് സൈഡും അത് 1/2 വരും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ഈക്വലായി ട്രൂ ആയി പി ഓഫ് 1 is true എന്ന് പറയാം അല്ലേ. അല്ലേ? ശരി, അത്ര എഴുതും. അതെഴുതും. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? എഴുതിയോ? ശരി, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ അടുത്ത സ്റ്റെപ്പ് പറയൂ. assume that P of k is true. എന്താണ് P of k പറയാമോ? ഇത് P of n ആണ്. എന്നിന് വരും k. അതെ, എന്നിന് വരും k. 1/2 raised to k is equal to 1 minus 1/2 raised to k. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചായിരുന്നോ? ഫസ്റ്റ് ടൈം 1/2 ആണ്. സെക്കൻഡ് ടൈം 1/4 മീൻസ് 2 സ്ക്വയർ, 1/2 സ്ക്വയർ. തേർഡ് ടൈം 1/2 raised to 3. അടുത്ത് എന്തുമായിരിക്കും? അപ്പോൾ 1/2 raised to 4 1/16 ആയിരിക്കും. ഇങ്ങനെ 1/2 raised to n വരെയാണ്. അപ്പോൾ പി ഓഫ് കെ എഴുതുമ്പോൾ ആ n മാറ്റി k ആക്കണം. അപ്പോൾ 1/2 + 1/4 + 1/8 + etc. 1/2 raised to k is equal to 1 minus 1/2 raised to k. ഇതാണ് പി ഓഫ് കെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അത് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണ് അല്ലേ. അതാണ് അടുത്തത്. assume that P of k 1/2 + 1/4 + 1/8 + etc. 1/2 raised to k is equal to 1 minus 1/2 raised to k is true. What is the next step? അതെ, we have to prove that P of k + 1 is true അല്ലേ. ഇങ്ങനെയല്ലേ എഴുതാം. അപ്പോൾ അടുത്തതായി നമുക്ക് ആ P of k + 1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. അതെങ്ങനെ എഴുതും? P of k ഇവിടെ ഉണ്ട്. 1/2 + 1/4 + 1/8 etc. 1/2 raised to k വരെയാണ് P of k യിൽ വരുന്നത്. റൈറ്റ് സൈഡ് 1 minus 1/2 raised to k എന്നാണ്. അപ്പോൾ എന്തായിരിക്കും P of k + 1 പറയാമോ? P of k + 1 പറയാമോ? ഇത് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡോ? 1/2 raised to k plus 1 എന്നാണോ?
1/2k+1 അല്ലേ? 1/2 + 1/4 + 1/8 + x. അതായത് പി നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാ, പി ഓഫ് കെ എഴുതിയിട്ട് പി ഓഫ് k+1 എഴുതുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? എന്താ മാറ്റം? പി ഓഫ് കെ കഴിഞ്ഞിട്ട് ഒരു ടേം കൂടി അധികം വരും. പി ഓഫ് കെയിൽ 1/2 + 1/4 + 1/8 എക്സെട്ര 1/2k അവസാനിക്കുന്നതെങ്കിൽ പി ഓഫ് k+1 എഴുതുമ്പോൾ ഒരു ടേം കൂടി വരും, പ്ലസ് 1/2k+1 എന്ന് കൂടി വരും. ഈസിക്കൽ റൈറ്റ് സൈഡ് 1 - 1/2k+1. അതാണ് കേട്ടോ, അതാണ് എഴുതിയിരിക്കുന്നുണ്ടോ, പി ഓഫ് k+1 എഴുതിയിരിക്കുന്നുണ്ടോ? ഇത് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്നാ, പ്രൂവ് ചെയ്തില്ല, പ്രൂവ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ? ശരി, ഇത്രയും കൂടി എഴുതിക്കപ്പെട്ടെന്ന്. എഴുതിയോ? അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പി ഓഫ് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പം അതിന് എങ്ങനെ തുടങ്ങണം പറയൂ? ആ ലെഫ്റ്റ് സൈഡ് എടുത്തുകൊണ്ടാണ് തുടങ്ങണ്ട അല്ലേ? ലെഫ്റ്റ് സൈഡ് എടുത്തല്ലേ തുടങ്ങണ്ടേ? 1/2 + 1/4 + 1/8 + എക്സെട്ര 1/2k + 1/2k+1 എന്ന് പറയുന്ന ആ ലെഫ്റ്റ് സൈഡ് എടുത്ത് തുടങ്ങുകയും അത് സിംപ്ലിഫൈ ചെയ്ത് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യുകയുമാണ് വേണ്ടത് അല്ലേ? അതിന് തുടങ്ങിയിരിക്കണ്ടോ? 1/2 + 1/4 + 1/8 + എക്സെട്ര + 1/2k + 1/2k+1. അപ്പോൾ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് പറയൂ? ഏതിനാണ് വാല്യൂ കൊടുക്കുന്നത്? ക്ലിയർ ആയില്ല. അതായത് ഏതൊഴിച്ച്? അതെ അതെ അതെ, ആ ലാസ്റ്റ് ടേം ഒഴിച്ച് അല്ലേ? 1/2k+1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ഉണ്ട്, അതൊഴിച്ച് ബാക്കി എല്ലാ ടൈം 1/2 + 1/4 + 1/8 + എക്സെട്ര 1/2k അത്രയും എടുത്താൽ അത് പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡാണ്. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ പി ഓഫ് കെയിൽ എന്താണോ വാല്യൂ ആ വാല്യൂ ഇവിടെ കൊടുക്കാം. എന്തായിരുന്നു പി ഓഫ് കെയിലെ റൈറ്റ് സൈഡിലെ വാല്യൂ? 1 - 1/2k എന്നല്ലേ? ആ വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാം കണ്ടോ? 1 - 1/2k + 1/2k+1. മനസ്സിലായോ? അതിന് അവിടെ ചെയ്യാൻ പോകുന്നു, അവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നു. 1 ഈ അടുത്ത രണ്ട് ടേമിൽ ഞാനൊരു മൈനസ് കോമൺ ആയിട്ട് എടുക്കുക. മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? -1/2k ആവും. അകത്തെന്താവും? മൈനസ് ആവും. കാരണം മൈനസ് ഓഫ് മൈനസ് അല്ലേ പ്ലസ്. നമ്മൾ ഈ മൈനസ് അകത്തേക്ക് എടുത്താൽ -1/2k, ഇവിടെ മൈനസ് +1/2k+1 എന്നല്ലേ വരിക. തിരിച്ചത് ചെയ്താൽ മൈനസ് പുറത്തെടുത്തു, മൈനസ് ഓഫ് 1 - 1/2k -1/2k+1 എന്ന് കിട്ടി. അത് മനസ്സിലായോ ആ സ്റ്റെപ്പ്? അത്രയും സ്റ്റെപ്പ് അത് എഴുതിക്കേ, ഇത്രയും സ്റ്റെപ്പ് എഴുതിക്കേ. ഇല്ല, ശരി. ഇനി ചെയ്യാൻ പോകുന്നത് ഈ 1/2k+1 എന്നുള്ളതിനെ നോക്കൂ. ഈ 2k+1നെ നമുക്ക് 2k × 2 എന്ന് എഴുതിക്കൂടെ? ഈ 2k+1നെ 2k × 2 എന്ന് എഴുതാമോ? എഴുതാം. x⁻m+n നോക്കൂ, x⁻m, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക, x⁻m+n എന്ന് വന്നാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം പറയൂ? ഇങ്ങനെ എഴുതിക്കൂടെ? x⁻m into what?
ഇൻറ്റു എക്സ് റേസ്റ്റ് ടു എൻ അല്ലേ, എക്സ് റേസ്റ്റ് ടു എം ഇൻറ്റു എക്സ് റേസ്റ്റ് ടു എൻ എന്ന് എഴുതിക്കൂടെ. അതായത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പവർ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ് റേസ്റ്റ് ടു എം ഇൻറ്റു എക്സ് റേസ്റ്റ് ടു എൻ എന്ന് വന്ന് നമ്മൾ എക്സ് റേസ്റ്റ് ടു എം പ്ലസ് എൻ എന്ന് എഴുതും. അതിനെ തിരിച്ചുപയോഗിച്ചത്. അപ്പോൾ ടു റേസ്റ്റ് ടു കെ പ്ലസ് വൺ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടു റേസ്റ്റ് ടു കെ പ്ലസ് വണ്ണിനെ പറയൂ. ടു റേസ്റ്റ് ടു കെ പ്ലസ് വൺ എന്തെഴുതാം? പറ. അതെ, ടു റേസ്റ്റ് ടു കെ ഇൻറ്റു ടു റേസ്റ്റ് ടു വൺ. ആ ടു റേസ്റ്റ് ടു വൺ എന്ന് പറഞ്ഞാൽ ടു അല്ലേ? ടു റേസ്റ്റ് ടു വൺ എന്ന് എഴുതേണ്ട കാര്യമില്ല, അപ്പോൾ ടു എന്ന് എഴുതിയത്. അപ്പോൾ ടു റേസ്റ്റ് ടു കെ പ്ലസ് വണ്ണിന് ടു റേസ്റ്റ് ടു കെ ഇൻറ്റു ടു എന്ന് എഴുതാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ ആക്കിക്കൂടെ. ഈ വൺ, ഈ ആദ്യത്തെ ടൈം വൺ അതുപോലെ എഴുതി, മാറ്റം വരുത്തിയില്ല. മൈനസ് ഓഫ് ഫസ്റ്റ് ടൈമായ വൺ ബൈ ടു റേസ്റ്റ് ടു കെ അങ്ങനെ തന്നെ എഴുതി. മൈനസ് ഈ വൺ ബൈ ടു റേസ്റ്റ് ടു കെ പ്ലസ് വൺ എന്നുള്ളതിന് പകരം വൺ ബൈ ടു റേസ്റ്റ് ടു കെ ഇൻറ്റു വൺ ബൈ ടു എന്ന് എഴുതാൻ പറ്റില്ലേ? കാരണം വൺ ഇൻറ്റു വൺ വൺ ആണ്, ടു റേസ്റ്റ് ടു കെ ഇൻറ്റു ടു ടു റേസ്റ്റ് ടു കെ പ്ലസ് വൺ ആണ്. ഇങ്ങനെ എഴുതാമല്ലോ. മനസ്സിലായോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റിനകത്ത് നോക്കിയേ. അപ്പം ആ ഒരു സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? ഇപ്പം നിങ്ങൾ ഈ ബ്രാക്കറ്റിനകത്തേക്ക് നോക്കൂ. വൺ ബൈ ടു റേസ്റ്റ് ടു കെ ഈ ബ്രാക്കറ്റിൽ രണ്ടിടത്തും കോമൺ ആയിട്ടില്ലേ? ആ വൺ ബൈ ടു റേസ്റ്റ് കഴിഞ്ഞ് ബ്രാക്കറ്റ് പുറത്തേക്ക് എടുത്തൂടെ? വൺ മൈനസ് ഓഫ് ആ വൺ ബൈ ടു റേസ്റ്റ് കെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തപ്പോൾ പിന്നെ ആദ്യത്തെ ടേമിൽ വൺ ആണുള്ളത്, മൈനസ് രണ്ടാമത്തെ ടേമിൽ വൺ ബൈ ടു ആണുള്ളത് അല്ലേ? മനസ്സിലായോ? ഈ ദാറ്റ് ഈസ് വൺ മൈനസ് വൺ ബൈ ടു റേസ്റ്റ് ടു കെ ഇൻറ്റു വാട്ട് ഈസ് വൺ മൈനസ് വൺ ബൈ ടു? വൺ ബൈ ടു. അപ്പോൾ ഇതിങ്ങനെ ആവും വൺ മൈനസ് വൺ ബൈ ടു റേസ്റ്റ് ടു കെ ഇൻറ്റു വൺ ബൈ ടു എന്നാവത്തില്ലേ? അത് വൺ മൈനസ് വൺ ഇൻറ്റു വൺ വൺ, ടു റേസ്റ്റ് ടു കെ ഇൻറ്റു ടു ടു റേസ്റ്റ് ടു കെ പ്ലസ് വൺ എന്നാവും. അപ്പോൾ വൺ മൈനസ് വൺ ബൈ ടു റേസ്റ്റ് ടു കെ പ്ലസ് വൺ എന്നാകില്ലേ? ആകും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി വെച്ച പി ഓഫ് കെ പ്ലസ് വണ്ണിൻ്റെ റൈറ്റ് സൈഡ് ആയില്ലേ? അപ്പോൾ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? therefore പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ. അപ്പോൾ നമുക്കെന്ത് പറയാം? hence by the principle of mathematical induction the result is true for all natural numbers. മനസ്സിലായത്? എവിടെ വരെ എഴുതി? ഈ സ്റ്റെപ്പ് വരെയാണ് എഴുതി. ഇതാണ് ഇനി എഴുതാനുള്ളത്. ഈ സ്റ്റെപ്പാണ് എഴുതാനുള്ളത്. ഇനി എഴുതിക്കോ, അത് എഴുതിക്കോ. എഴുതി കഴിയുമ്പോൾ പറയണേ. അത്ര എഴുതി കഴിയുമ്പോൾ പറയണേ. ശരി, അടുത്ത ബാക്കി എഴുതിക്കോ. എഴുതിക്കോ. സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ പറയണേ. പലരും 8:30 ജോയിൻ ചെയ്യുന്നു. നമ്മൾ ക്ലാസ് സമയം മാറ്റി 8 മണിയാക്കി. വീണ്ടും നമ്മൾ ആദ്യം 8 മണി എടുത്തുകൊണ്ടിരുന്നു. ആ റംസാൻ വന്നപ്പോൾ കുറേ കുട്ടികൾ ബുദ്ധിമുട്ട് അറിയിച്ചപ്പോഴാണ് 8:30 ആക്കിയത്. റംസാൻ കഴിഞ്ഞുകൊണ്ട് അത് വീണ്ടും 8 മണിയാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നും ഇട്ടിട്ടുണ്ടായിരുന്നു 8 മണിന്ന്. കഴിഞ്ഞോ?
ശരി. അപ്പോൾ ലാസ്റ്റ് ഇത് എഴുതണം. എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എഴുതിയോ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1 into 2 plus 2 into 3 plus 3 into 4 and plus etc. n into n plus 1 is equal to n into n plus 1 into 2n n plus 2 by 3 n into n plus 1 into n plus 2 by 3. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ. എഴുതിയോ? ശരി. അപ്പോൾ തുടങ്ങും. എങ്ങനെ തുടങ്ങും? let Pn be the statement. അങ്ങനല്ലേ തുടങ്ങണ്ടേ? തുടങ്ങിക്കോ. തുടങ്ങിക്കോ. let Pn be the statement. 1 into 2 plus 2 into 3 plus 3 into 4 plus etc. n into n plus 1 is equal to n into n plus 1 into n plus 2 by 3. അതായത് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ പി ഓഫ് എൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 എങ്ങനെ എഴുതുന്നത്? എൽ എച്ച് എസ് എങ്ങനെ എഴുതും? 1 into 2 എന്ന് മാത്രം എഴുതും. റൈറ്റ് സൈഡ് എന്നിന് 1 കൊടുക്കുമ്പോൾ 1 into 1 plus 1 into 1 plus 2 by 3. അതാണ് ആദ്യം എഴുതേണ്ടത്. കണ്ടോ? പി ഓഫ് 1 എഴുതിക്കുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം മാത്രം 1 into 2 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്നിന് 1 കൊടുക്കുമ്പോൾ 1 into 1 plus 1 into 1 plus 2 by 3. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ 1 into 2 എന്ന് പറഞ്ഞാൽ 2 ആണ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 1 into 1 plus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 plus 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 into 2 into 3 by 3. ഇത് ശരിയാണോ? ഇത് ശരിയാണല്ലോ. കാരണം 3യും 3യും ക്യാൻസൽ ചെയ്യുന്നു. 1 into 2 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ഈക്വൽ ആവുന്നു. ശരിയാണ്. പി ഓഫ് 1 ഈസ് ട്രൂ. അത്രയും ആദ്യം എഴുതും. എഴുതിയോ? എഴുതിയോടെ? ശരി. എന്താ അടുത്ത സ്റ്റെപ്പ്? assume that p of k is true. അല്ലേ? p of k ആകുമ്പോൾ എന്തുവരും പറയാമോ? കെന്നിൻ്റെ സ്ഥാനത്ത് k വരും. അപ്പോൾ 1 into 2 plus 2 into 3 plus 3 into 4 plus etc. k into k plus 1 is equal to k into k plus 1 into k plus 2 by 3 എന്നല്ലേ വരുന്നത്? അത് ട്രൂ ആണെന്ന് assume that p of k 1 into 2 plus 2 into 3 plus 3 into 4 plus etc. k into k plus 1 is equal to k into k plus 1 into k plus 2 by 3 is true എന്ന് കൂടി എഴുതിക്കൊള്ളണം കേട്ടോ. is true എഴുതിക്കേ. പെട്ടെന്ന് എഴുതിക്കേ. is true എന്ന് എഴുതാൻ മറന്നുപോലെ. assume that p of k 1 into 2 plus 2 into 3 plus 3 into 4 plus etc. k into k plus 1 is equal to k into k plus 1 into k plus 2 by 3 is true. എഴുതിയോ? അപ്പോൾ അടുത്ത എന്താണ്?
ആ we have to prove that p of k plus 1 is true. അതാണ് എഴുതേണ്ടത് അല്ലേ? we have to prove that p of k plus 1 is true. നമ്മൾ എങ്ങനെ p of k plus 1 എഴുതുമെന്ന് പറയാമോ? ഈ p of k എവിടെ കിടപ്പുണ്ട്? എങ്ങനെയാണ് നമ്മൾ p of k plus 1 എഴുതുക പറയാമോ? ഈ ഇത് നോക്കിയ പ്രത്യേകത കാണാം. 1 into 2, അടുത്ത 2 into 3, അടുത്ത 3 into 4, അടുത്ത ടൈം എന്തുമായിരിക്കും? 4 into 5 ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ p of k plus 1 എന്ന് പറയാമോ? അതിന് ലെഫ്റ്റ് സൈഡ് ഒന്ന് പറഞ്ഞാൽ ആദ്യം p of k plus 1ൻ്റെ പറയൂ. പറഞ്ഞു പി എഫ് കെ പ്ലസ് 1 പറഞ്ഞു. ലെഫ്റ്റ് സൈഡ് പറ ആദ്യം. ആ അതായത് ഒരു ടേം കൂടി വരും അല്ലേ? 1 into 2 പ്ലസ് 2 into 3 പ്ലസ് 3 into 4 പ്ലസ് എക്സെട്ര കെ ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് എന്തുകൂടി വരും? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് കെ പ്ലസ് 2. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. അത് ആ ടേംസ് പ്രത്യേകത മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ എടുത്തത് 1 into 2, അടുത്ത 2 into 3, അടുത്ത 3 into 4, തൊട്ടടുത്തത് 4 into 5, അതിൻ്റെ അടുത്തത് 5 into 6. അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു കെ പ്ലസ് 1 കഴിഞ്ഞാൽ അടുത്ത് വരേണ്ടത് ഏതാ? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എന്നാണ് വരേണ്ടത് അല്ലേ? അല്ലേ? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലേ, പി ഓഫ് കെ അറിയാമെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ ഒരു ടേം കൂടി അധികം വരികയാണ് ലെഫ്റ്റ് സൈഡിൽ സംഭവിക്കുക. ഇനി റൈറ്റ് സൈഡ് എങ്ങനെയാവും പറയാമോ? കെ കാണുന്നിടത്തല്ല എന്താവും? കെ പ്ലസ് 1. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2 ബൈ 3. ഇതാണ്ടാ എഴുതിയിരിക്കുന്നുണ്ടോ? കേട്ടോ, പി ഓഫ് കെ പ്ലസ് 1 എഴുതിക്കണ്ട. 1 into 2 പ്ലസ് 2 into 3 പ്ലസ് 3 into 4 പ്ലസ് എക്സെട്ര കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 തൊട്ട് മുമ്പ് ഒരു ടൈം ഉണ്ടാവും. എന്താ അത്? കെ ഇൻറ്റു കെ പ്ലസ് 1 അല്ലേ? കെ പ്ലസ് 3 into 4 തൊട്ട് മുമ്പ് 2 into 3 അല്ലേ? 2 into 3ക്ക് തൊട്ട് മുമ്പ് 1 into 2 അല്ലേ? അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 തൊട്ട് മുമ്പ് എന്താ ഉണ്ടാവുക? കെ ഇൻറ്റു കെ പ്ലസ് 1 ഉണ്ടാവും അല്ലേ? ഈക്വൽ ടു റൈറ്റ് സൈഡ് കെ മാറുന്നിടത്തെല്ലാം കെ പ്ലസ് 1 ആക്കി. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2 ബൈ 3 ദാറ്റ് ഈസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ആയി, കെ പ്ലസ് 3 ആയി ബൈ 3 എന്നായി. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1 എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് നമുക്ക് ശരിയെന്ന് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? അങ്ങനല്ലേ? ശരി, ഇത്രയും ഇവിടെ എഴുതിക്കാം. ഇവിടെ വരെ എഴുതി തന്നു. ഇനി ഇതെല്ലാം എഴുതണ്ടേ? സിം ദാറ്റെല്ലാം എഴുതണ്ടേ? എഴുതിക്കാം. സിം ദാറ്റ് അത് എഴുതിക്കാം. എഴുതി കഴിയുമ്പോൾ പറയണേ. എഴുതി. പി ഓഫ് കെ പ്ലസ് 1 എഴുതിയല്ലോ. എഴുതി. ഇതോടെ എഴുത്. അത്രയും കൂടെ എഴുത്. എഴുതിയോ? ശരി. അപ്പോൾ ഇനി നമ്മൾ എന്ത് തുടങ്ങും പറയൂ? എൽ എച്ച് എസ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് റൈറ്റ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണെന്ന് കാണിക്കണം അല്ലേ? എൽ എച്ച് എസ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. എൽ എച്ച് എസ് 1 into 2 പ്ലസ് 2 into 3 പ്ലസ് എക്സെട്ര കെ പ്ലസ് 1 into കെ പ്ലസ് 2 എന്നാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു ടൈം കൂടി ഉണ്ട്. എന്താണ്? കെ ഇൻറ്റു കെ പ്ലസ് 1. അതുകൂടി എഴുതണം. ഉണ്ടോ? എഴുതിക്കുന്നുണ്ടോ? 1 into 2 പ്ലസ് 2 into 3 പ്ലസ് 3 into 4 പ്ലസ് എക്സെട്ര കെ ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇനി എന്താ ചെയ്യുന്ന പറയൂ? അതായത് ഇതിലെല്ലാം ചെയ്യുന്ന രീതി അതാണ്. ഈ ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേമും കൂടെ ഒരുമിച്ചെടുക്കുമ്പോൾ അതെന്താ? പി ഓഫ് കെയുടെ ലെഫ്റ്റ് സൈഡാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ പി ഓഫ് കെയുടെ വാല്യൂ ആയ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 3 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതിനാ? അവസാനത്തെ ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേമും കൂടെ ചേരുമ്പോഴാണ് ഈ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 3 എന്ന് വരുന്നത് അല്ലേ? പ്ലസ് ആ ലാസ്റ്റ് ടൈമായ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 അതേപോലെ എഴുതി.
ഓക്കെ, അത്രയും കൂടെ എഴുതുക. എഴുതിയോ? ഇനി അതിനെ നമുക്ക് ആഡ് ചെയ്തൂടെ? ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന രീതി അറിയാമല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്തൂടെ? അപ്പോൾ ഡിനോമിനേറ്ററിൽ 3 എന്ന് വരും, മുകളിൽ എന്ത് വരും? ഇങ്ങനെ ഒരു ക്രോസ് എടുക്കുമ്പോൾ 3 ഇൻറ്റു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എന്നല്ലേ വരിക? ബൈ 3 എന്ന് വരും അല്ലേ? ഇപ്പോൾ നോക്കിയേ, ഇവിടെ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 കോമൺ ഫാക്ടർ ആയിട്ടുണ്ട്. അത് കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൽ പിന്നെ കെ ആണുള്ളത്, പ്ലസ് രണ്ടാമത്തെ ടേബിൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എടുത്തു കഴിഞ്ഞാൽ 3 ആണുള്ളത്. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ബൈ 3 എന്നായി. ആയില്ലേ? ഇത് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ റൈറ്റ് സൈഡ് അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് പറഞ്ഞൂടെ? Therefore P of k plus 1 is true, hence by the principle of mathematical induction the result is true for all natural numbers. മനസ്സിലായോ? ശരി, അതുകൂടെ എഴുതിക്കാം. ആ സ്റ്റെപ്പ് കൂടി എഴുതുക. എഴുതിയോ? P of k plus 1 is true, hence by the principle of mathematical induction the result is true for all natural numbers. അതുകൂടെ എഴുതിക്കോ. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കി, ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ആദ്യ സ്റ്റെപ്പുകളൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതിപ്പോ അല്ലേ? ഏതൊക്കെയാണ്? ഈ പി എൻ ബി ദ സ്റ്റേറ്റ്മെൻ്റ് അത് എഴുതുന്നത്, പി ഓഫ് 1 എഴുതുന്നത്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ട്രൂ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ, ദെൻ പി ഓഫ് കെ പ്ലസ് 1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അതെല്ലാം വളരെ എളുപ്പമാണ് അല്ലേ? അത് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോഴാണ് മാത്രമാണ് ചില പ്രോബ്ലങ്ങളിൽ അല്പം പ്രയാസം വരുന്നത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രൂവ് ചെയ്യുന്നതിൽ അഥവാ നിങ്ങൾ സ്റ്റെപ്പൊക്കെ കുറച്ച് എഴുതിയിട്ടും ആൻസറിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് അറിയാമല്ലോ, അതങ്ങ് എഴുതിയിട്ട് therefore P of k plus 1 is true, hence by mathematical induction result is true for all natural numbers എന്നങ്ങ് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ, ഏഴാമത്തെ ചോദ്യം. അത് ഞാൻ നിങ്ങൾക്ക് നാളെ ഈ ഫ്രാക്ഷൻസിൻ്റെ സിംപ്ലിഫിക്കേഷൻ, ഈ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് വരുന്ന ഫ്രാക്ഷൻസിൻ്റെ സിംപ്ലിഫിക്കേഷൻ നാളെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. പറഞ്ഞു തന്നതിന് ശേഷം ഈ ഏഴാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് അതിന് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് കേട്ടോ. ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഈ ചോദ്യം, ഞാൻ പറയുന്ന ചോദ്യം എഴുതുക. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, എഴുതിക്കോ, ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. എഴുതി കഴിഞ്ഞ് പറയണേ. ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ prove that
for any natural number small n, for any natural number small n, എഴുതിയോ? 7 raised to n minus 3 raised to n. 7 raised to n minus 3 raised to n. എഴുതിയോ? is 7 raised to n minus 3 raised to n is divisible by 4. Divisible by 4. Divisible by 4 എന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നും പറയാം. രണ്ടും ഒന്നാ അല്ലേ? എന്തോ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ലേ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം അല്ലേ? ശരി, നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞേ. 4 8 12 16 20 എക്സെട്ര അല്ലേ? ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 4 എന്ന് പറഞ്ഞാൽ 4 into 1 അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 4 into 2 ആണ്. 12 എന്ന് പറഞ്ഞാൽ 4 into 3 ആണ്. 16 4 into 4 ആണ്. 20 4 into 5 ആണ്. അപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ടാവും. എന്താ? ഇപ്പോൾ പറഞ്ഞല്ലോ, 4 into 1 4 into 2 4 into 3 4 into 4 4 into 5 അടുത്ത 4 into 6. എന്താ എൻ്റെ പ്രത്യേകത? 4 into an integer എന്ന ഫോമിലല്ലേ? ദാറ്റ് മീൻസ് 4m എന്ന് എഴുതുക അല്ലേ? 4m എന്ന ഫോമിലായിരിക്കും. വാട്ട് ഈസ് എം? എം ഈസ് എ നാച്ചുറൽ നമ്പർ. 4m എന്ന ഫോമിലായിരിക്കും. എം ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഇതായിരിക്കുമല്ലോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിൻ്റെ പ്രത്യേകത. നോക്കൂ, 4mൽ എമ്മിന് 1 കൊടുത്താൽ 4 into 1 4 കിട്ടും. എമ്മിന് 2 കൊടുത്തത് കിട്ടും 8 കിട്ടും. എമ്മിന് 3 കൊടുത്താലോ 12 കിട്ടും. അപ്പോൾ ഒരു നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് 4m എന്ന് എഴുതാൻ പറ്റും. എം ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. നമുക്ക് പ്രൂഫിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ശരി, നമുക്ക് തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? എങ്ങനെ പ്രൂഫ് തുടങ്ങുന്നത്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ് കേട്ടോ. അതെ, തുടങ്ങിക്കോ. ലെറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ്. തുടങ്ങിക്കോ. ലെറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ്. ലെറ്റ് പി ഓഫ് എൻ ബി ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? 7 raised to n minus 3 raised to n is divisible by 4. അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ആദ്യം അടുത്ത പി ഓഫ് 1 അല്ലേ എഴുതണ്ടേ? പി ഓഫ് 1. പി ഓഫ് 1 മീൻസ് ആ n കാണുന്നിടത്ത് 1 കൊടുക്കണം. പി ഓഫ് 1 ഇങ്ങനെ എഴുതാം. പി ഓഫ് 1 എഴുതിയാൽ ഇങ്ങനെ നമുക്ക് എഴുതാം. 7 raised to n എന്നുള്ളതിന് പകരം 7 raised to 1 അല്ലേ? മൈനസ് 3 raised to n, അതിന് പകരം എഴുതാം 3 raised to 1 അല്ലേ? അങ്ങനല്ലേ? ഈസ് ഡിവിസിബിൾ ബൈ 4. ഇതല്ലേ പി ഓഫ് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പി ഓഫ് എന്നിലെ എൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക ചെയ്ത് 7 raised to 1 minus 3 raised to 1 ഈസ് ഡിവിസിബിൾ ബൈ 4. ഇത് ശരിയാണോ? ശരിയാണ്. കാരണം 7 raised to 1 7 ആണ്. 3 raised to 1 3 ആണ്. അപ്പോൾ 7 minus 3 എന്നാണ് വരുന്നത്. 7 minus 3 4 ആണ്. 4 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് എഴുതാം അല്ലേ? പി ഓഫ് 1 ഈസ് ട്രൂ എഴുതിക്കോ. അത്ര എഴുതിക്കോ. അത്ര എഴുതാം. പി ഓഫ് 1. എഴുതിയോ? ശരി, അപ്പോൾ ഇനി അടുത്ത എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താ? assume that P of k is true. Assume that P of k. What is P of k? P of k എന്താണെന്ന് എഴുതണം. P of k ഇട്ടിട്ട് പറ. അതെ അതെ, ഇങ്ങനെ എഴുതണം. assume that P of k. P of k എന്ന് പറയുമ്പോൾ 7 raised to k minus 3 raised to k അല്ലേ?
ഈസ് ഡിവിസിബിൾ ബൈ 4 അല്ലേ? 4 അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നത്. ഈസ് ട്രൂ. assume that P of k, what is P of k? 7 raised to k minus 3 raised to k is divisible by 4. ഇതാണ് P of k is true. അത് ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അതുകൂടെ എഴുതിക്കോ. എഴുതിയോ? ശരി. അപ്പോൾ ഇനി ഇത് 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ ഡിവിസിബിൾ ബൈ 4 എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് അസ്യൂം ചെയ്തിരിക്കുക. അപ്പോൾ 7 റൈസ് ടു കെ മൈനസ് 3 റൈസ് ടു കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ്. 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 4m എന്ന് എഴുതാം അല്ലേ? എഴുതിക്കൂടെ? അപ്പോൾ നമുക്കിതിന് ഇങ്ങനെ എഴുതാം. 7 റൈസ് ടു കെ മൈനസ് 3 raised to k is equal to എന്തെഴുതാം? പറയൂ. 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന്. അപ്പോൾ എന്തെഴുതാം? 4m എന്ന് എഴുതാം. 4m. വാട്ട് ഈസ് m? വേർ m is a നാച്ചുറൽ നമ്പർ അല്ലേ? വേർ m is a നാച്ചുറൽ നമ്പർ. അത് മനസ്സിലായോ? ആ മൈനസ് 3 റൈസ് ടു കെ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ആവത്തില്ലേ? 7 റൈസ് ടു കെ ഇസ് ഈക്വൽ ടു വാട്ട്? 4. അതെ, 4m പ്ലസ് 3 റൈസ് ടു കെ എന്ന് എഴുതാം അല്ലേ? 4m പ്ലസ് 3 റൈസ് ടു കെ എന്ന് എഴുതാം. അതിന് നിങ്ങളൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അത്രയും ചെയ്തേ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം. എനിക്ക് അതിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കൊടുത്തോളേ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ തുടങ്ങി ഇവിടെ വരെ അങ്ങ് എഴുതുക. എഴുതിയല്ലോ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തതിന് കൊടുത്തു. ഇനി അടുത്ത എന്തെഴുതും? നമ്മൾ ഈ ഇക്വേഷൻ ഇതിന് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട്. അതിന് വേണ്ടിയിട്ടാണ് അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തത്. ഞാൻ തൽക്കാലം ഇത്തിരി വലുതായിട്ട് ഇട്ടേക്കാം, അല്പം വലിപ്പം കൂട്ടിയിട്ടേക്കാം. നമുക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ് കേട്ടോ. ശരി. ഇനി എന്താ പറയണ്ട? പറയൂ. അതെ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. എഴുതിക്കോ. വി ഹാവ് ടു. അടുത്തായിട്ട് അതിൽ എഴുതണ്ടേ? എഴുതിക്കോളൂ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. We have to prove that what? P of k plus 1. P of k plus 1. ആ P of k plus 1 എന്താണെന്ന് കൂടി എഴുതണം. വെറുതെ P of k plus 1 എന്ന് എഴുതിയാൽ പോരാ. What is P of k plus 1? അല്ലെങ്കിൽ we have to prove that P of k plus 1 is true. അങ്ങനെ എഴുതാം. We have to prove that P of k plus 1 is true. ഓക്കെ. ആ P of k plus 1 എന്താണെന്ന് എഴുതണ്ടേ? എന്താണ് P of k plus 1? പറയൂ. എന്താണ് P of k? 7 raised to k minus 3 raised to k is divisible by 4. അപ്പോൾ എന്തായിരിക്കും P of k plus 1? അതെ, 7 raised to k plus 1. 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 അല്ലേ? is divisible by 4. ഇതാണ് P of k plus 1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഈസ് ഡിവിസിബിൾ ബൈ 4. അതുപോലെ എഴുതിക്കോ. അത് നമ്മൾ പ്രൂവ് ചെയ്തില്ല, പ്രൂവ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഈസ് ഡിവിസിബിൾ ബൈ 4 പ്രൂവ് ചെയ്തില്ല. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താ? പ്രൂവ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ P of k plus 1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചു. അതിന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അത്ര എഴുതിക്കേ. എഴുതി.
അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഈ ഇതുവരെ ചെയ്ത പ്രോബ്ലം പോലെയല്ല. ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം ഒരു സമ്മായിരുന്നു, ഒരു സീരീസ് സമ്മ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല ഇത്, ആണോ? അല്ല. ആ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈം ഒഴിച്ച് ബാക്കി എല്ലാ ടൈമുകളും ചേർത്ത് PFK ആ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെ പറ്റത്തില്ല, കാരണം ആ ടൈപ്പ് അല്ല ഇത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നോക്കിയോ, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നമ്പർ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ, 7k എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യം വരും. അത് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ നടത്താൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? ഇതാ 7k+1 - 3k+1 എടുത്തല്ലേ തുടങ്ങണ്ട അല്ലേ? 7k+1 - 3k+1 ഈസ് ഈക്വൽ ടു, ഈ 7k+1 എന്നുള്ളതിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 7 × 7k എന്ന് എഴുതാമോ? കാരണം 7 എന്ന് പറഞ്ഞാൽ 7/1 എന്നാ. 7/1 × 7k എന്ന് വന്നാൽ 7/1 + k. 1 + k തന്നെയാണ് k+1. അപ്പോൾ ഈ 7k+1ന് 7 × 7k എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അത് മനസ്സിലായോ? മൈനസ് എന്നിട്ട് ചെയ്യാൻ പോകുന്ന 3k+1 രണ്ടാമത്തെ ടേമായ 3k+1 അതുപോലെ എഴുതി, ഒരു മാറ്റമില്ല. 3k+1 എന്ന് എഴുതി. നിങ്ങൾ പെട്ടെന്ന് നമ്മൾ 7 × 7k എന്ന് എഴുതിയതുപോലെ ഇവിടെ അങ്ങനെ 3 × 3k എന്ന് നോക്കണ്ട. 3k+1 എന്ന് തന്നെ കിടന്നോട്ടെ തൽക്കാലം. അപ്പോൾ 7 × 7k - 3k+1 അത് നിങ്ങൾക്ക് മനസ്സിലായോ? ശരി. ഈ 7k ഉണ്ടല്ലോ, ഇത് 8, ഈ 7k, ആ 7kക്ക് പകരം നമ്മൾ നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ നമ്പർ 1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്താണ്? 4m + 3k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ചെയ്യാം. അപ്പോൾ അവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതാണ്. എങ്ങനെ എഴുതാൻ പോകുന്നു പറയൂ, സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ പറയൂ. 7 × പറയൂ 7 × 7 അതെ 7k എന്നുള്ളതിന് പകരം എന്തെഴുതും? 4m + 3k 4m + 3k മൈനസ് 3k+1 അല്ലേ? -3k+1 അത് മനസ്സിലായോ? ഇനി ആ 7 കൊണ്ടകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. നോക്കിക്കോളൂ, 7 കൊണ്ട് നമ്മളകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 4m എന്താവും? 7 × 4m 7 × 4 എന്തോ 7 × 4 28 അല്ലേ? 28m 28m പ്ലസ് 7 × 3k അതിനങ്ങനെ തന്നെ എഴുതാം. 7 × 3k മൈനസ് ആ സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. -3k+1 അത്രയും മനസ്സിലായോ? അത്രയും സ്റ്റെപ്പ് അങ്ങ് എഴുതുക. അത്ര എഴുതിയിട്ട് നമുക്ക് ബാക്കി പറയാം. എഴുതി കഴിയുമ്പോൾ പറയണേ. എഴുതി കഴിഞ്ഞു. ഇനി അവിടെ ചെയ്യാൻ വന്നാൽ 28m യാതൊരു ചേഞ്ചും വരുത്തുന്നില്ല. അതുപോലെ തന്നെ ഇടുകയാണ്, ഒരു ചേഞ്ചും വരുത്തുന്നില്ല. 7 × 3k അതിനും ഒരു ചേഞ്ചും വരുത്തുന്നില്ല. അത് രണ്ടും അതേപോലെ തന്നെ എഴുതുകയാണ്. എന്നിട്ട് ആ 3k+1 എന്നുള്ളതിന് അപ്പോൾ ആദ്യത്തെ ടേമായ അതുപോലെ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടേമായ 28m അതുപോലെ തന്നെ എഴുതി. 28m പ്ലസ് സെക്കൻഡ് ടേമായ 7 × 3k അതും അതുപോലെ തന്നെ എഴുതി. 7 × 3k അവിടെ രണ്ടിടത്തും യാതൊരു മാറ്റവും വരുത്തിയില്ലേ? മൈനസ് ആ 3k+1 എന്നുള്ളതിന് പകരം ഇങ്ങനെ എഴുതിക്കൂടെ? 3 ×
3 റേസ്റ്റ് ടു കെ ഇങ്ങനെ എഴുതാമോ? എഴുതി, അങ്ങനെ എഴുതി, അത്ര എഴുതിക്കേ. ഇപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, നമ്മൾ ലെഫ്റ്റ് സൈഡ് തുടങ്ങിയത് 7 റേസ്റ്റ് ടു കെ പ്ലസ് 1 മൈനസ് 3 റേസ്റ്റ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞു, അതായത് പി ഓഫ് കെ പ്ലസ് 1 ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? ശരി, അത്ര സ്റ്റെപ്പ് ഒന്ന് എഴുതിക്കുക. ഓക്കെ, ഇനി എന്തായിരിക്കും ചെയ്യുന്നത് പറ. ഇത്രയൊക്കെ എഴുതിയപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാമോ? പറയാമോ? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും പറയാമോ? ഒന്ന് നോക്കൂ. ഏതാണ്? അല്ല, 3 × 3 റേസ്റ്റ് ടു കെ 3 റേസ്റ്റ് ടു കെ പ്ലസ് 1 എഴുതിയാൽ വീണ്ടും പഴയ സ്റ്റെപ്പിലേക്ക് അതിന് തിരിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ അതുകൊണ്ട് പറയാനുണ്ടോ? ഇല്ല. അപ്പം ഞാൻ ചെയ്യാമെന്ന് വേറെ രീതിയിലാണ്. ആദ്യത്തെ 10 28 എം അത് അതുപോലെ എഴുതി, ഒരു മാറ്റമില്ല. പ്ലസ് അടുത്ത 2 ടൈം നോക്കിയേ, 7 × 3 റേസ്റ്റ് ടു കെ മൈനസ് 3 × 3 റേസ്റ്റ് ടു കെ. എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? 3 റേസ്റ്റ് ടു കെ കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ 3 റേസ്റ്റ് ടു കെ കോമൺ ഫാക്ടർ ആയിട്ട് ഇനി പുറത്തെടുക്കാം. 3 റേസ്റ്റ് ടു കെ കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട് പറയും? ആദ്യത്തെ ടൈമിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 7 ഉണ്ട്, രണ്ടാമത്തെ ടൈമിൽ എന്തുണ്ട്? -3 ഉണ്ട് അല്ലേ? 7 - 3 കണ്ടല്ലോ. അപ്പോൾ അടുത്ത എന്ത് സംഭവിക്കും നോക്കിയേ. അപ്പോൾ ഇങ്ങനെ ആവും, ഈക്വൽ ടു 28m പ്ലസ് 3 റേസ്റ്റ് ടു കെ ഇൻറ്റു വാട്ട് ഈസ് 7 - 3? 4. 3 റേസ്റ്റ് ടു കെ ഇൻറ്റു 4 കണ്ടല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 28 എന്ന് പറഞ്ഞാൽ 7 × 4 അല്ലേ, അല്ലെങ്കിൽ 4 × 7 അല്ലേ? അപ്പോൾ അവിടെയും ഒരു 4 കോമൺ ഫാക്ടറായിട്ടുണ്ട്. അടുത്ത ടൈം 3 റേസ്റ്റ് ടു കെ ഇൻറ്റു 4 അവിടെയും 4 ഉണ്ട് അല്ലേ? 3 റേസ്റ്റ് ടു കെ ഇൻറ്റു 4 അവിടെ 4 ഇല്ലേ? 28m മീൻസ് 4 × 7m എന്നല്ലേ? അപ്പോൾ അവിടെയും 4 ഇല്ലേ? ആ 4 പുറത്തെടുത്തൂടെ? ആ 4 പുറത്തെടുത്താൽ 4 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൻ്റെ എത്തുന്നുണ്ട് 7m പ്ലസ് 3 റേസ്റ്റ് ടു കെ അല്ലേ? 7m പ്ലസ് 3 റേസ്റ്റ് ടു കെ. ഈ അത്രയും മനസ്സിലായോ? അത്രയും കൂടെ എഴുതും. നമ്മൾ എൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. അത്രയും കൂടെ എഴുതും. എഴുതിയോ? ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ കിട്ടിയ എക്സ്പ്ലനേഷൻ ഒന്ന്, ഇപ്പം കിട്ടിയ ആ എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ കാണുന്നത്? 4 × 7m പ്ലസ് 3 റേസ്റ്റ് ടു കെ എന്നല്ലേ കാണുന്നത്? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, 7m എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ. അപ്പോൾ 7m എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നാച്ചുറൽ നമ്പർ തന്നെയായിരിക്കും. 3 ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് 3 റേസ്റ്റ് ടു കെയും ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും അല്ലേ? ആയിരിക്കത്തില്ലേ? 3 റേസ്റ്റ് ടു 1 3 റേസ്റ്റ് ടു 2 3 റേസ്റ്റ് 3 ഇങ്ങനെ പോയാൽ നാച്ചുറൽ നമ്പർ തന്നെ കിട്ടുന്നത്. അപ്പോൾ 7m പ്ലസ് 3 റേസ്റ്റ് കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ എന്താ കാണുന്നത്? 4 × 7m പ്ലസ് 3 റേസ്റ്റ് കെ എന്ന് പറഞ്ഞാൽ 4 × എ നാച്ചുറൽ നമ്പർ എന്ന ഫോമിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? 4 × എ നമ്പർ എന്നാണ് വന്നിരിക്കുന്നത്. 4 × എ നമ്പർ എന്ന് വന്നാൽ അത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ കോമ ഇട്ടിട്ട് എഴുതാം, എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ നമ്മൾ എഴുതിക്കോ, കോമ ഇട്ടിട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4. അത് എങ്ങനെ എഴുതിയത് മനസ്സിലായോ? മനസ്സിലായി. അപ്പം നോക്കൂ, നമ്മൾ തുടങ്ങിയത് എന്ത് വെച്ചാൽ നോക്കിയേ, 7 റേസ്റ്റ് ടു കെ പ്ലസ് 1 മൈനസ് 3 റേസ്റ്റ് ടു കെ പ്ലസ് 1 എന്നുള്ളതിനെയാണ് നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ? കൊണ്ടുവന്നപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്ന് കിട്ടി അല്ലേ?
അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം നമുക്കൊന്ന് എഴുതാം. എന്താ നമുക്ക് കിട്ടിയത്? 7 റൈസ് ടു കെ പ്ലസ് 1 അല്ലേ? 7 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റൈസ് ടു കെ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നല്ലേ കിട്ടിയത്? അല്ലേ? എഴുതിക്കോ. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മനസ്സിലായോ? എഴുതിക്കാം. 7 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റൈസ് ടു കെ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. എഴുതിയോ? ശരി. ഈ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് അർത്ഥം അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 7 റൈസ് ടു കെ പ്ലസ് 1 അല്ലേ? 7 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് എന്താണ് 3 റൈസ് ടു കെ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതുന്ന വരും ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതി കൂടെ? ഈസ് ഡിവിസിബിൾ. 7 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 3 റൈസ് ടു കെ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 4. എഴുതിയോ? ഇതെന്താണ് ഇപ്പൊ കിട്ടിയത്? പറയൂ. പി ഓഫ് കെ പ്ലസ് 1 എന്ന സ്റ്റേറ്റ്മെന്റ് ആണിത് അല്ലേ? അല്ലേ? പി ഓഫ് കെ പ്ലസ് 1 എന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ അല്ലേ? അപ്പോൾ എഴുതിക്കോളൂ. അപ്പോൾ അടുത്ത സെന്റൻസ് ആയിരിക്കും therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. എഴുതിക്കോ. therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. therefore p of k plus 1 is true. എഴുതിയോ? അപ്പോൾ അടുത്ത് എന്ത് എഴുതും? പറഞ്ഞ പി ഓഫ് അതെ. therefore by the principle of mathematical induction the result is true for all natural numbers. therefore by the principle of mathematical induction the result is true for all natural numbers. മനസ്സിലായോ? ഇതെങ്ങനെയുണ്ട് ഈ പ്രോബ്ലം? എളുപ്പമാണല്ലോ. ഇത് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ഒരു 2 ചോദ്യം കൂടിയുണ്ട്. അത് നമുക്ക് നാളെ ചെയ്യാം. ഇതുപോലത്തെ 2 ചോദ്യവും ഞാൻ നേരത്തെ ഒരു ചോദ്യം വിട്ടല്ലോ. അത് ഫ്രാക്ഷൻ്റെ അഡീഷൻ പറഞ്ഞു തന്നിട്ടേ അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് വിട്ടത്. അതും നമുക്ക് നാളെ ചെയ്യാം. അത് 2 നാളെ ചെയ്യാം. 2 3 ചോദ്യങ്ങൾ. അത് ആ 3 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കും. പിന്നെ നമുക്ക് ഉള്ള ഒരു ഇത് ഏതാണ്? കോണിക് സെക്ഷനിലെ ഏതാ? കോണിക് സെക്ഷനിൽ ഏതാണ്? ഹൈപ്പർബോള. ആ കോണിക് സെക്ഷനിലെ ഹൈപ്പർബോള പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എലിപ്സ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഹൈപ്പർബോളയുടെ ക്ലാസ്സിൽ കയറേണ്ട. കാരണം എലിപ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർബോള പഠിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടും തമ്മിൽ ചില കുറേ സിമിലാരിറ്റീസ് ഉണ്ട്, ചെറിയ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ ആ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഹൈപ്പർബോള പഠിക്കാം. ഒരുപാട് സാമ്യമുണ്ട്, കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. എവിടേക്കാണ് വ്യത്യാസം വരുന്നത്? ചിലയിടത്തൊക്കെ ഒരേ ഫോമിലേ വരിക, ചില വ്യത്യാസങ്ങൾ എവിടെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം. എലിപ്സ് പഠിച്ച ഒരാൾക്ക് ഹൈപ്പർബോള പഠിക്കാൻ വളരെ വളരെ ഈസിയാണ്. ആ സെക്ഷനിൽ നിന്നൊരു ചോദ്യം കാണും കേട്ടോ. എലിപ്സ് അല്ലെങ്കിൽ ഹൈപ്പർബോള ഇതൊരു ചോദ്യം കാണും, പരാബോള ഇതൊരു ചോദ്യം കാണും. അതൊക്കെ ഈസിയാണ്. ആ പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ശരി. നമുക്ക് ഒരു 3 ക്ലാസ് കൂടെ കൊണ്ട് നമ്മുടെ പോർഷൻ ഫിനിഷ് ആവും. ഒരു ക്ലാസ് കൊണ്ട് ഇൻഡക്ഷൻ ഫിനിഷ് ആവും, 2 ക്ലാസ് കൊണ്ട് കോണിക് സെക്ഷനും ഫിനിഷ് ആവും. കോണിക് സെക്ഷൻ ഓൺലൈൻ തന്നെ പഠിപ്പിക്കാം. എന്നിട്ട് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം അറേഞ്ച് ചെയ്ത് ക്ലാസ് എടുക്കാം കേട്ടോ.